നമസ്കാരം. തൃശൂർ പടിയൂരിൽ നിന്ന് ഈയിടെ കേട്ടൊരു വാർത്ത ശരിക്കും നമ്മളെല്ലാരെയും ഞെട്ടിച്ചു കളഞ്ഞു. അതെ, ഒരു വീട്ടിൽ നിന്ന് എന്തോ ഒരു ദുർഗന്ധം വരുന്നൂന്ന് അയൽക്കാർ പറഞ്ഞതിനെ തുടർന്നാണല്ലോ സംഭവം പുറത്തറിയുന്നത്. അവിടെ ചെന്ന് നോക്കുമ്പോ ഒരു അമ്മയും മകളും, മണി 74 വയസ്സ്, പിന്നെ മകൾ രേഖ 43 വയസ്സ്, രണ്ടുപേരും മരിച്ച നിലയില്. മൃതദേഹങ്ങൾക്ക് നല്ല പഴക്കമുണ്ടായിരുന്നു, ദിവസങ്ങൾ കഴിഞ്ഞിരുന്നു. അപ്പൊ ആദ്യം സ്വാഭാവികമായിട്ടും ആത്മഹത്യയാണോന്നൊരു സംശയം വന്നു. പക്ഷെ പിന്നീട് കാര്യങ്ങൾ മാറിമറിഞ്ഞു അല്ലേ? ശരിയാണ്, അതൊരു കൊലപാതകമാണെന്നുള്ള സംശയമാണ് ഇപ്പോൾ വളരെ ശക്തമായിട്ടുള്ളത്. അതിന് കാരണം? പ്രധാന കാരണം ഈ കൊല്ലപ്പെട്ട രേഖയുടെ ഭർത്താവ് പ്രേംകുമാർ. അയാളെ സംഭവത്തിനു ശേഷം കാണാനില്ല. ഓഹോ. പോരാത്തതിന് ആ മൃതദേഹത്തിനടുത്ത് നിന്ന് ഒരു കത്തും കിട്ടിയിട്ടുണ്ട്. രേഖയെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു കത്ത്. അത് പ്രേംകുമാർ എഴുതിയതാണെന്നാണോ സംശയം? ഈ പ്രേംകുമാറിലേക്ക് തിരിഞ്ഞു. പക്ഷേ കഥ ഇവിടെ തീരുന്നില്ല. കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നത് ഈ പ്രേംകുമാറിന്റെ ഒരു ഭൂതകാലം കൂടിയുള്ളതുകൊണ്ടാണ്. അതാണ്, ഈ പ്രേംകുമാർ രേഖയെ കല്യാണം കഴിച്ചിട്ട് അധികം നാളായിട്ടില്ല. വെറും 5 മാസം അല്ലേ? അതെ, ഏകദേശം 5 മാസമേ ആയിട്ടുള്ളൂ. രേഖയുടെ 2ാം വിവാഹമായിരുന്നു ഇത്. പ്രേംകുമാറിന്റെയും 2ാം വിവാഹം. പക്ഷേ അതിനിടയിൽ ഒരു വലിയ ട്വിസ്റ്റുണ്ട്. പ്രേംകുമാർ ഓൾറെഡി ഒരു കൊലക്കേസിലെ പ്രതിയാണ്. ശരിയാണ്. 2019 സ്വന്തം ആദ്യ ഭാര്യയെ വിദ്യയെ കൊലപ്പെടുത്തിയ കേസ്, അതില് 1ാം പ്രതിയാണിയാള്. കൂട്ടുപ്രതിയായി കാമുകിയുമുണ്ടായിരുന്നു, സുനിത ബേബി. അതെ, ആ കേസിൽ ഇയാൾക്ക് ജാമ്യം കിട്ടിയിരുന്നു. അങ്ങനെ ജാമ്യത്തിൽ പുറത്തിറങ്ങി നിൽക്കുമ്പോഴാണ് ഈ 2ാം വിവാഹം കഴിക്കുന്നത്. എന്തൊരവസ്ഥയാണ്! ആദ്യ ഭാര്യയെ കൊന്ന കേസിൽ ജാമ്യത്തിൽ, എന്നിട്ട് വീണ്ടും കല്യാണം കഴിക്കുന്നു. ഇപ്പോൾ ആ ഭാര്യയും അവരുടെ അമ്മയും കൊല്ലപ്പെടുന്നു. ഇയാൾ ഒളിവിൽ പോകുന്നു. ആ പഴയ കേസിന്റെ കാര്യങ്ങൾ ഓർത്താൽ തന്നെ അത് വിചിത്രമാണ്. ശരിക്കും ഒരു കോളേജ് റീയൂണിയനിൽ വെച്ചാണത്രേ ഈ പ്രേംകുമാറും കാമുകി സുനിതയും വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുന്നതും അടുക്കുന്നതും. അതെ, പൂർവ്വ വിദ്യാർത്ഥി സംഗമം. അവിടെ വെച്ച് പഴയ പ്രണയം. പിന്നെ കേട്ടത് ശരിയാണെങ്കിൽ ഈ 96 സിനിമയൊക്കെ ഒരു പ്രചോദനമായി എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെയുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. സിനിമയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. അതിന് തടസ്സമായി നിന്ന ആദ്യ ഭാര്യ വിദ്യയെ ഒഴിവാക്കാൻ പ്ലാൻ ചെയ്തു എന്നൊക്കെ. ഒരു സിനിമയെ വെല്ലുന്ന തിരക്കഥ പോലെ തോന്നുന്നു. ആ കൊലപാതകത്തിന്റെ രീതികളാണ് കൂടുതൽ ഭയാനകം. വിദ്യയ്ക്ക് കഴുത്തിനെന്തോ അസുഖമുണ്ടായിരുന്നു. അപ്പോ തിരുവനന്തപുരത്ത് നല്ല ആയുർവേദ ചികിത്സയുണ്ട് എന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. എന്നിട്ട് തിരുവനന്തപുരത്ത് പേയാട് ഒരു വില്ലയിൽ വെച്ച് മദ്യം കൊടുത്ത് ബോധം കെടുത്തിയ ശേഷം കഴുത്ത് ഞെരിച്ചു കൊന്നു എന്നാണ് പോലീസ് കേസ്. അയ്യോ, വളരെ ആസൂത്രിതമായിട്ട്. അതെ. അതിനുശേഷം മൃതദേഹം എന്ത് ചെയ്യണമെന്നായി ചിന്ത. മൃതദേഹം വെട്ടിമുറിക്കാൻ പദ്ധതിയിട്ടു എന്നൊക്കെ വാർത്തയുണ്ടായിരുന്നല്ലോ. സർജിക്കൽ ബ്ലേഡൊക്കെ വാങ്ങിയെന്ന്. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ അത് നടന്നില്ല. റിപ്പോർട്ടുകൾ പ്രകാരം രക്തം കണ്ടപ്പോൾ അവർക്ക് പേടിയായി ആ പദ്ധതി ഉപേക്ഷിച്ചു. എന്നിട്ട് പിന്നെ എന്തു ചെയ്തു? പിന്നെയാണ് ആ ഞെട്ടിക്കുന്ന കാര്യം. മൃതദേഹം കാറിൽ കയറ്റി തിരുനെൽവേലിക്ക് കൊണ്ടുപോയി. മൃതദേഹം കാറിലിരുത്തി യാത്ര ചെയ്തുവെന്നോ? അതെ, പിൻസീറ്റിൽ മൃതദേഹം ഇരുത്തി. ആർക്കും സംശയം തോന്നാതിരിക്കാൻ കൂടെയുണ്ടായിരുന്ന കാമുകി സുനിത മൃതദേഹത്തിന്റെ തോളിൽ കൈയിട്ട് സാധാരണ യാത്ര ചെയ്യുന്നതുപോലെ ഇരുന്നെന്നാണ് പറയുന്നത്. വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. അവസാനം തിരുനെൽവേലിയിൽ ഒരു കുറ്റിക്കാട്ടിൽ മൃതദേഹം ഉപേക്ഷിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ട് പ്രേംകുമാർ നേരെ പോയി പോലീസിൽ ഭാര്യയെ കാണാനില്ലെന്ന് പരാതിയും കൊടുത്തു. അതെ, അന്വേഷണം വഴിതെറ്റിക്കാൻ വേണ്ടി വിദ്യയുടെ ഫോൺ ഒരു ട്രെയിനിൽ ഉപേക്ഷിക്കുകയൊക്കെ ചെയ്തു, നേത്രാവതി എക്സ്പ്രസിൽ. പക്ഷേ പോലീസിന് സംശയം തോന്നിയില്ലേ? തുടക്കത്തിലില്ലെങ്കിലും ഭാര്യയെ കാണാതായ ഒരാളുടെ സാധാരണ പെരുമാറ്റമായിരുന്നില്ല പ്രേംകുമാറിന്. അയാൾ പിന്നീട് അന്വേഷിച്ച് ചെന്നില്ല. കാമുകിയോടൊപ്പം താമസം തുടർന്നു. അതൊക്കെ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒടുവിൽ പിടിയിലായി. അതെ, ചോദ്യം ചെയ്യലിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ഒടുവിൽ ഒരു വാട്സാപ്പ് മെസ്സേജിലൂടെയാണ് കുറ്റം സമ്മതിച്ചതെന്നും കേൾക്കുന്നു. വിദേശത്തേക്ക് കടക്കാൻ നോക്കിയെങ്കിലും അതും നടന്നില്ല. ആ കേസിലാണ് ഇയാൾക്ക് ജാമ്യം കിട്ടിയത്. അതെ, ആ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷമാണ് പടിയൂരിലെ രേഖയെ കല്യാണം കഴിക്കുന്നത്. ഇപ്പോൾ ഈ ഇരട്ട കൊലപാതകത്തിൽ പ്രധാന സംശയിക്കപ്പെടുന്ന ആളുമായി മാറുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു റീയൂണിയനിൽ തുടങ്ങിയ ബന്ധം, സിനിമയെ വെല്ലുന്ന ഗൂഢാലോചന, കൊലപാതകം, മൃതദേഹവുമായി ഒരു യാത്ര, അറസ്റ്റ്, ജാമ്യം, പുതിയ കല്യാണം, ഇപ്പോൾ വീണ്ടും ഒരു കൊലപാതകം. ഒരു ദുരന്ത പരമ്പര പോലെ. ശരിയാണ്. ഇപ്പോൾ കിട്ടിയ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു കുറ്റകൃത്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് കരുതിയ ഒരാൾ, അല്ലെങ്കിൽ നിയമത്തിന്റെ പഴുതിലൂടെ പുറത്തിറങ്ങിയ ഒരാൾ
വീണ്ടും സമാനമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. ഇത് ഗുരുതരമായ ഒരു കേസിൽ ജാമ്യം കിട്ടിയ ഒരാൾ വീണ്ടും ഇങ്ങനെയൊരു കേസിൽ പെടുന്നത് അതുമൊരു ചോദ്യമാണല്ലേ? തീർച്ചയായും ജാമ്യവ്യവസ്ഥകളെക്കുറിച്ചും ഇത്തരം കുറ്റവാളികളുടെ മാനസിക നിലയെക്കുറിച്ചുമൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടി വരും. ഈ സംഭവങ്ങളെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ശരിക്കും പുറമേക്ക് നമ്മൾ കാണുന്ന സാധാരണ ജീവിതങ്ങൾക്ക് പിന്നിൽ എന്തൊക്കെയാണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. പടിയൂരിലെ കേസിൽ ഇനിയും കൂടുതൽ വിവരങ്ങൾ വരാനുണ്ട്. പ്രേംകുമാറിനെ പിടികൂടിയാൽ മാത്രമേ കാര്യങ്ങൾക്ക് കൂടുതൽ വ്യക്തത വരൂ. അതെ, അന്വേഷണം പുരോഗമിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഈ സംഭവങ്ങൾ നമ്മളെ വല്ലാതെ ചിന്തിപ്പിക്കുന്നുണ്ട്. ഒരാളുടെ ഭൂതകാലം അയാളെ എത്രത്തോളം പിന്തുടരും, അതൊരു വലിയ ചോദ്യമായി അവശേഷിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം.